യേശുമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജോസഫ് ദൈവ അനുസരണമുള്ള ഒരു വ്യക്തിയായിരുന്നു. ജോസഫ് എ മാൻ ഓഫ് ഒബീഡിയൻസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിന്റെ ദൂതൻ പറഞ്ഞതനുസരിച്ച് ജോസഫ് പ്രവർത്തിച്ചു. ജോസഫ് തൻ്റെ സ്വപ്നത്തിന് ശേഷം ദൈവം പറഞ്ഞതനുസരിച്ച് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അനുസരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ വിശ്വാസത്തിൽ വളരുന്നതാണ്. ദൈവം ജോസഫിനോട് പറയുന്നുണ്ട്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുക, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഇതെല്ലാം ജോസഫ് ദൈവത്തെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ കാരണമേ ഉള്ളൂ, ജോസഫ് ദൈവത്തെ അനുസരിച്ചത് ഒരു കണ്ടീഷൻ വെച്ചല്ല, ഒരു പരിധി വെച്ചല്ല, നിസ്വാർത്ഥമായാണ് ദൈവത്തെ അനുസരിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മളും ദൈവത്തെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അനുസരിക്കുന്നത് പല കണ്ടീഷൻസ് വെച്ചാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണോ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അനുസരിച്ച് പോകാൻ വേണ്ടിയാണോ നാം ദൈവത്തെ അനുസരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയാണോ നാം അനുസരിക്കുന്നത്? ജോസഫ് നമ്മളോടും പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ പരിധിയില്ലാതെ അനുസരിക്കുക. അങ്ങനെ നാം അനുസരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും, ദൈവം നമ്മളെ വഴി നടത്തും. നാം ദൈവത്തെ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി.